കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ അരുവിക്കരയിലാണ് അരുവിക്കര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശങ്ങൾക്കും കുടിവെള്ളം തടസ്സമില്ലാതെ എത്തിക്കുക എന്നതാണ് അരുവിക്കര ഡാമിൻ്റെ പ്രധാന ലക്ഷ്യം. കരമനയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് തലസ്ഥാനത്തേക്ക് പമ്പ് ചെയ്യുന്നത്. കരമനയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ആർച്ച് ഡാം 1934 പൂർത്തിയായത്. രാജഭരണകാലത്ത് പ്രഗത്ഭനായ സിവിൽ എഞ്ചിനീയർ ബാലകൃഷ്ണ റാവുവിൻ്റെ മേൽനോട്ടത്തിൽ പണികഴിപ്പിച്ചതാണ് ആദ്യ കുടിവെള്ള പദ്ധതി. കരമന നദിക്ക് കുറുകെ ആർച്ച് ഡാം നിർമ്മിച്ച് ജലം ശേഖരിച്ച് തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററിയിലേക്ക് ഒഴുക്കിവിടാനുള്ള പദ്ധതിയായിരുന്നു അത്. തുടക്കത്തിൽ പ്രതിദിനം 4.5 ദശലക്ഷം ലിറ്ററായിരുന്നു ഉൽപ്പാദനശേഷി. കുടിവെള്ളത്തിൻ്റെ ആവശ്യകത ഏറിയതോടെ ഗ്രാവിറ്റി ഫ്ലോ അനുസരിച്ച് പ്രവർത്തിച്ച പൈപ്പ് ലൈനിൽ യന്ത്രങ്ങൾ ഘടിപ്പിക്കുകയും പ്രതിദിന ശേഷി 36 ദശലക്ഷം ലിറ്ററായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. നഗരത്തിലെ ശുദ്ധജല വിതരണം മെച്ചപ്പെടുത്തുന്നതിനായി 1912 പുതിയൊരു ശുദ്ധീകരണശാല കൂടി അരുവിക്കരയിൽ ആരംഭിച്ചു. അധിക ജലം സംഭരിക്കാൻ അരുവിക്കരയിലെ ആർച്ച് ഡാമിന് കഴിയാതെ വന്നതോടെയാണ് 1983 പേപ്പാറയിൽ മറ്റൊരു ഡാം നിർമ്മിച്ചത്. അണക്കെട്ടിന് മുകളിലുള്ള പേപ്പാറ ഡാമിൽ നിന്നും വിട്ടയക്കുന്ന വെള്ളം സംഭരിച്ചു നിർത്തുന്നത് അരുവിക്കരയിലാണ്. വേനൽക്കാലത്ത് ജലക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. കേവലം 20 ദശലക്ഷം ലിറ്ററിൽ പ്രവർത്തനം ആരംഭിച്ച വില്ലിംഗ്ടൺ വാട്ടർ വർക്സിൻ്റെ രൂപവും ഭാവവും ഇന്നാകെ മാറി. അരുവിക്കരയിലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ വഴി വെള്ളം ശുദ്ധീകരിച്ച് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ടാങ്കുകളിലേക്ക് എത്തിക്കുന്നു. ജല അതോറിറ്റിയുടെ കീഴിൽ പ്രതിദിനം 264 ദശലക്ഷം ലിറ്റർ വിതരണശേഷിയുമായി പ്രവർത്തിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പദ്ധതികളിലൊന്നാണ്. 85 വർഷം മുൻപ് ഗുരുത്വാകർഷണം വഴി അരുവിക്കരയിൽ നിന്നും നഗരത്തിലേക്ക് യന്ത്രസഹായമില്ലാതെ ഒഴുകി വന്നിരുന്ന കുടിവെള്ളം ഇന്ന് കോടികളുടെ മുതൽ മുടക്കിൽ നൂറുകണക്കിന് ജീവനക്കാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കൈകളിൽ ഭദ്രമാണ്.